ഇന്ത്യയിലെ സർവകലാശാലകളെയും പ്രശസ്തമായ കോളേജുകളെയും അവരുടെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുന്നതിനുള്ള UGCയുടെ ഒരു ദേശീയ ഏജൻസിയാണ് നാക് എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇത് ഇന്ത്യയിലുള്ള പ്രശസ്തമായ സർവകലാശാലകളും കോളേജുകളുമൊക്കെ സന്ദർശിച്ച് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ, ആ സ്ഥാപനങ്ങൾ അക്കാദമിക രംഗത്തുണ്ടാക്കിയിരിക്കുന്ന നേട്ടങ്ങൾ, ഗവേഷണ രംഗത്ത് ഉണ്ടാക്കിയതായിട്ടുള്ള വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയതായിട്ടുള്ള പ്രോജക്റ്റുകൾ, വിദ്യാർത്ഥികളുടെ നൈപുണി വർദ്ധിപ്പിക്കുന്നതിനെടുത്തിട്ടുള്ള മാർഗങ്ങൾ, പാഠ്യക്രമത്തിൻ്റെ ആധുനികത, അധ്യാപകരുടെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള സംഭാവനകൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ കോളേജുകളെയും സർവകലാശാലകളെയും നാക് A+, A++ എന്നൊക്കെ പറയുന്ന റാങ്കിംഗ് നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ഇങ്ങനെ ഉയർന്ന റാങ്കുകൾ ലഭിക്കുന്ന സർവകലാശാലയ്ക്കും കോളേജുകൾക്കുമൊക്കെ വൻപിച്ച സാമ്പത്തിക സഹായമാണ് UGC നൽകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സഹായം ഇങ്ങനെ നിലവാരമുള്ള ഉണ്ട് എന്ന് നാക് കണ്ടെത്തുന്ന കോളേജുകൾക്ക് നൽകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പല തട്ടുകളിലായി വിഭജിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെൻറ്റ് കൗൺസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഈ നാക് പല സ്ഥാപനങ്ങളെയും വിലയിരുത്തി അവർക്ക് റാങ്കിങ് കൊടുക്കുന്നതിൽ സുതാര്യതയില്ല എന്നുള്ള ആരോപണം ശക്തമായി വന്നിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അർഹതയില്ലാത്ത സ്ഥാപനങ്ങൾക്ക്, സർവകലാശാലകൾക്കും കോളേജുകൾക്കും A+ഉം A++ഉം ഒക്കെ മറ്റ് ചില കാരണങ്ങളാൽ കൊടുക്കുന്നതായിട്ട് ചില സംഭവങ്ങൾ പുറത്തു വന്നതിൻ്റെ ഫലമായി ഇത് വളരെ വിവാദമുയർത്തിയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആന്ധ്രയിലുള്ള ഒരു സ്വകാര്യ സർവകലാശാല പരിശോധിക്കാൻ ചെന്ന നാക്കിൻ്റെ സംഘം വളരെ വ്യാപകമായ രീതിയിൽ അഴിമതി കാട്ടി അനർഹമായി ആ സർവകലാശാലയ്ക്ക് റാങ്കിങ് കൊടുത്തു എന്ന് പ്രമാദമായ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ആ നാക് അക്രഡിറ്റേഷൻ കൗൺസിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾക്കെതിരായി ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ കേസ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഈ അംഗങ്ങൾക്ക് കൈക്കൂലിയായി കൊടുത്ത് അനർഹമായ റേറ്റിംഗ് വാങ്ങിച്ചു എന്നുള്ള ആക്ഷേപമാണ് ആന്ധ്രയിലെ ഒരു സ്വകാര്യ സർവകലാശാലയിൽ നിന്ന് ഈ അടുത്ത കാലത്തുണ്ടായത്. ഈ നാക് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ടീമായി പോകുന്നവരൊക്കെ അതിപ്രശസ്തരായിട്ടുള്ള വൈസ് ചാൻസലർമാർ, വളരെ സീനിയറായ പ്രിൻസിപ്പൽമാർ തുടങ്ങിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ്. അപ്പോൾ 5-6 പേർ ഉൾപ്പെടുന്ന ഈ ടീമിനെ മുഴുവൻ വശീകരിക്കാൻ, അതിന് വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ചില സ്വകാര്യ സ്ഥാപനങ്ങൾ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് ഈ ഗ്രേഡിംഗ് വാങ്ങിക്കുന്നത് എന്നതാണ് ഇതിനകത്തെ പ്രധാന കാരണം. അതുകൊണ്ട് ഈ ഗ്രേഡിംഗ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു ഹർജി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപിൽ വന്നിരിക്കുകയാണ്. ഈ ഹർജിയിൽ പ്രഥമ ദൃഷ്ട്യാ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത് വലിയ ഒരു പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം, കേരള സർവകലാശാല, കേരളത്തിലെ മറ്റ് സർവകലാശാലകളായ മഹാത്മാഗാന്ധി, കുസാറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ പലപ്പോഴായി ഉന്നത ഗ്രേഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതിനെ ഒന്നും നമ്മൾ ചെറുതായി കാണുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാ അംശങ്ങളും വിലയിരുത്തിയാണോ ഇത് നൽകുന്നത് എന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ട കേരള സർവകലാശാലയുടെ തലസ്ഥാന നഗരിയിൽ ഉള്ള ഈ സ്ഥാപനത്തിന് മുൻപിൽ നടന്ന കയ്യാങ്കളിയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ സർവകലാശാലയ്ക്ക് ദുഷ്കേടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിലെ പ്രശസ്തമായ 2 കലാലയങ്ങളായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും എറണാകുളം മഹാരാജാസ് കോളേജും
വിദ്യാർത്ഥി സംഘടനത്തിൻ്റെ കേളീരംഗങ്ങളായിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇന്നലെ തന്നെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൽ നടന്ന കയ്യേറ്റവും വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള കയ്യാങ്കളി. അതിൽ നിന്നും വളരെ വിചിത്രമായ ഒരു കയ്യാങ്കളിയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്തൊരു വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. സ്ഥാപനങ്ങൾക്ക് മഹാരാജാസ് കോളേജിനെ പോലെ ചരിത്രമുള്ള, യൂണിവേഴ്സിറ്റി കോളേജിനെ പോലെ ദശാബ്ദങ്ങളുടെ നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ ക്യാമ്പസുകളിൽ ഈ തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനവും ഏറ്റുമുട്ടലും നടക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മാറ്റ് കുറയുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന ദുഷ്പേര് അതിനെ മാത്രമല്ല ബാധിക്കുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്യാമ്പസുകൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. അപ്പോഴും ഈ നാക്ക് എന്ന് പറയുന്ന കമ്മീഷനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവരെ പ്രീതിപ്പെടുത്തി ഈ ഗ്രേഡ് വാങ്ങുന്നതിലൊന്നും വലിയ അർത്ഥമില്ല എന്നൊരു പക്ഷേ ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റപ്പെടുത്താനായി ആവുകയില്ല. ഈ അടുത്ത സമയത്ത് നടന്ന മറ്റൊരു വിചിത്രമായ സംഭവമാണല്ലോ കേരള സർവകലാശാലയിലെ MBA വിദ്യാർത്ഥികൾ 71 പേരുടെ പരീക്ഷാ പേപ്പർ എങ്ങനെയോ പറന്നുപോയി, നഷ്ടപ്പെട്ടിരിക്കും. അവസാനം ആ വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ, അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് വീണ്ടും പരീക്ഷ എഴുതേണ്ടതായിട്ട് വന്നു. അതിനേക്കാളൊക്കെ വളരെ വിചിത്രമാണ്, ഈ 71 പേരിൽ 65 പേർ പരീക്ഷ എഴുതി, 6 പേർ വിദേശത്താണ്. അവരിനിയും 22-ാം തീയതി പരീക്ഷ എഴുതാനായി അവർക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ എഴുതിയ 65 പേരും ഒറ്റയടിക്ക് 4 ദിവസം കൊണ്ട് അവരുടെ പരീക്ഷ പേപ്പറുകൾ മൂല്യനിർണ്ണയം ചെയ്ത് ഈ 65 പേരെയും കേരള സർവകലാശാല വിജയിപ്പിച്ച് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും മാനുഷികമായ ഒരു പരിഗണന അതിലുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഈ പറയുന്ന വിദ്യാർത്ഥികൾ പലയിടത്തും അവരുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ജോലി ലഭിച്ച് സ്വദേശത്തും വിദേശത്തുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം തന്നെ അപകടത്തിലാകും. അവർക്ക് സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ പേപ്പറിൻ്റെയും കൂടെ റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അവർക്ക് 2024 പൂർത്തീകരിക്കേണ്ടതായ MBA ഡിഗ്രിയുടെ പരീക്ഷാഫലം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ മാനുഷിക വശത്തെ തീർച്ചയായും ആദരിക്കുന്നു. എന്നാലും ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ ഒരു സർവകലാശാലയിൽ നടക്കേണ്ടത് എന്ന ചോദ്യം വളരെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഒക്കെ ഗ്രേഡ് കൊടുക്കുന്നതിൽ സുതാര്യമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകണം. അതിന് വളരെ നിയതമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. ആ മാനദണ്ഡങ്ങൾ പരസ്യപ്പെടുത്തണം. നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യം, ഗവേഷണ താല്പര്യം, വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ്റ്, അതുപോലെ പ്രോജക്റ്റുകൾ, ആധുനികമായ കണ്ടുപിടുത്തങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം സത്യസന്ധമായി കോളേജുകളെയും സർവകലാശാലയെയും വിലയിരുത്തേണ്ടത്. അല്ലാതെ ഏതെങ്കിലും തട്ടിക്കൂട്ടിലൂടെ ഈ മാനേജർമാരുടെ സ്വാധീനത്തിന് വഴങ്ങി അർഹതയില്ലാത്ത സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ ഗ്രേഡ് കൊടുക്കുന്നത് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്ന കാര്യം നാം മറന്നു പോകരുത്. ആന്ധ്രയിൽ നടന്നതുപോലെ എങ്ങനെയെങ്കിലും വരുന്ന ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് അവിഹിതമായി ഇത്തരം ഗ്രേഡിംഗ് നേടുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് അയച്ചിരിക്കുന്ന നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റും UGCയും ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുകയും അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അർഹതയുള്ള സർവകലാശാലകൾക്കും കോളേജുകൾക്കും മാത്രമേ അവർ അർഹിക്കുന്ന ഗ്രേഡുകൾ കൊടുക്കാവൂ. B ഗ്രേഡ് ലഭിക്കാൻ അർഹതയുള്ള ആളിന് A ഗ്രേഡ് കൊടുക്കരുത്. A ഗ്രേഡ് കിട്ടാൻ അർഹതയുള്ളവർക്ക് A+ഉം AA+ഉം കൊടുക്കരുത്. അതിലൊക്കെ ഒരു സുതാര്യത ഉണ്ടാകണം. ഒരു നീതിപരമായിട്ടുള്ള, നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ കേസ് തീർച്ചയായും നാക്കിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരിക്കും. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഈ നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിൽ വളരെ ഭംഗിയായി പ്രവർത്തിച്ച് ഗുണപരമായിട്ടുള്ള മാറ്റം ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ ഉണ്ടാകുമെന്നാണ്
പ്രതീക്ഷിക്കേണ്ടത് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കാണേണ്ടത്.